ഇതേപോലെ ജുറാസിക് വേൾഡിൽ പോയാലുണ്ട്. ഞാൻ വിചാരിച്ചു മലയാണ്. ശരിയാണ്, ബനാ ഹിൽസ് എന്ന് കേൾക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്യുക ഒരു മലയാണ്. ഇവിടെ എത്തിയപ്പോൾ ജുറാസിക് വേൾഡൊക്കെ പോലൊരു ലോകം. അപ്പം അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് സൺവേൾഡ് ബനാ ഹിൽസ് ഒന്ന് പരിചയപ്പെടുത്താം. വിയറ്റ്നാമിൽ കാണാനുള്ള സ്ഥലങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ബ്രിഡ്ജ് കയ്യിൽ താങ്ങി പിടിക്കുന്ന ഈ ഫോട്ടോ പലയിടത്തും കാണാം. ബനാ ഹിൽസ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് സൺവേൾഡ് കമ്പനീൻ്റെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്. ദനങ് സിറ്റിയിൽ നിന്ന് വെറും 20 കിലോമീറ്റർ ദൂരത്താണ്. ദനങ്ങിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റൂട്ടും നല്ല സീനിക്കാണ് കേട്ടോ. അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറയുമ്പോൾ വണ്ടർല പോലെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്, ഇത് വേറെ ലെവലാണ്. കയറുന്ന വഴിയിൽ നമ്മളെ സ്വീകരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സ്വീകരണം കഴിഞ്ഞ് നമ്മളെ കാത്തിരിക്കുന്നത് വേൾഡിലെ തന്നെ ഇംപ്രസീവ് ആയിട്ടുള്ള കേബിൾ കാർ നെറ്റ്വർക്കിൽ ഒന്നാണ്. നമ്മൾ കേബിൾ കാറിൻ്റെ അടുത്തെത്തി. നല്ല കേബിൾ കാറാട്ടോ. നമ്മൾ കാശ്മീരിൽ ഒന്ന് പോയിട്ടുണ്ട്. ക്ലൈമറ്റ് നല്ല മഴയായ കാരണം നമ്മളെ കേബിൾ കാർ ഭയങ്കര ആട്ടമാണ്. മഴ കനത്തപ്പോൾ ഒരു റെയിൻകോട്ട് വാങ്ങി അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ആദ്യം കാണാനുള്ളത് ഗോൾഡൻ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ കൗതുകം എന്താണെന്ന് വെച്ചാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയ 2 കയ്യിൽ ബ്രിഡ്ജ് സപ്പോർട്ട് ചെയ്ത പോലെയാണ് കാണുക. ബനാ ഹിൽസിലെ ഏറ്റവും ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഇതുപോലെ പല തീമിലുള്ള ഗാർഡൻസ് കാണാം. മഴ വല്ലാണ്ട് കൂടി ഇത്തിരി മാറി നിൽക്കാൻ ഒരു സ്ഥലം നോക്കി നടക്കുമ്പോഴാണ് ഇൻഡോർ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടത്. എന്തായതാണെന്ന് നോക്കാണ്ട് കയറി പിന്നെ മനസ്സിലായത് ഇതാണ് ഇവിടുത്തെ ഫാൻറ്റസി പാർക്ക്. ഏറെക്കുറെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. പക്ഷേ എല്ലാ ഏജിലുള്ളവരെ എൻ്റർടൈൻ ചെയ്യാൻ അവിടെ ഒരു ഡാൻസ് ഷോയും ഒരുക്കിയിരുന്നു. ആ സമയം കൊണ്ട് മഴ കുറയുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ വന്ന ദിവസം പേരും മഴയും കോടയാണ്. കോലം കണ്ടില്ല, മനസ്സിലാക്കാൻ എത്ര ഇതുണ്ട്. കോട ചൂടി അതിൻ്റെ മേലെ ജാക്കറ്റ് ഇട്ടിട്ട് ഞങ്ങൾ നടക്കുന്നത്. ഏതായാലും ടൈം നമ്മളെ വെയിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് മഴ ഒന്നും നോക്കാണ്ട് അടുത്തുള്ള ഫ്രഞ്ച് വില്ലേജ് കാണാനിറങ്ങി. ഇനി നടന്ന് പോറടിച്ചാൽ ഇരുന്ന് എൻജോയ് ചെയ്യാൻ വേറെയും ഐറ്റംസ് ഉണ്ട്. ട്രെയിനിലെ ഒരു റോളർ കോസ്റ്ററും ഫ്രീ ആണ്. അത് പക്ഷേ ഇന്ന് മഴ ഇതൊന്നും അടച്ചിട്ടിരിക്കുകയാണ്. മഴയില്ലാത്ത സമയത്ത് വന്നാൽ അതും ട്രൈ ചെയ്യാം. പിന്നെ നമ്മളൊരു പോയിന്റിൽ നിന്ന് അപ്പുറത്തെത്തിക്കാൻ ഈ കാണുന്ന പോലെ കൊച്ചു ട്രെയിനും. ഫോർ മൂവി എക്സ്പീരിയൻസിൻ്റെ ത്രില്ല് തരാൻ ഒരു മൂൺ ജംഗ്ഷൻ തിയേറ്ററും പിന്നെ ഒരു എയർഷിപ്പ് തിയേറ്ററും ഉണ്ട് ഇവിടെ. പിന്നെ കേബിൾ കാർ നെറ്റ്വർക്ക് വളരെ വലുതാണ്. മാപ്പ് നോക്കിയാൽ മനസ്സിലാവും എവിടുന്ന് എങ്ങോട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്ന്. പോവാനൊരു വഴിയും വരാൻ ഇഷ്ടം പോലെ വേറെ വഴികളുണ്ട്. മഴ ഇല്ലാത്ത അപ്പോൾ ബനാ ഹിൽസ് എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. വീക്ക് ഡേയ്സിൽ പ്ലാൻ ചെയ്യാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ റഷ് നന്നായിട്ട് കൂടും. ദനങ്ങന്ന് ഗ്രാബ് ടാക്സി വഴി വരാം, അല്ലെങ്കിൽ ക്ലൂക്ക് വഴി പാക്കേജും ബുക്ക് ചെയ്യാം. ഞങ്ങൾ വന്നത് ഒരു ലോക്കൽ ടാക്സി ഹയർ ചെയ്തിട്ട് ഇവരോട് തന്നെ പറഞ്ഞു വൈകുന്നേരം നമ്മളെ പിക്ക് ചെയ്ത് എയർപോർട്ടിൽ എത്തിക്കാൻ. നമുക്ക്
ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബനാറസിലുള്ള ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ എടുത്തത്. ടിക്കറ്റ് പലവിധം ഉണ്ട്, വെറും ടിക്കറ്റും അതല്ലാണ്ട് ബഫറ്റ് അടക്കമുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറഞ്ഞൊരു ടിക്കറ്റ് ഉണ്ട് 2600 700 ആ റേഞ്ചിൽ. അതിനെന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് 3 മണി മുതൽ രാത്രി 9 മണി വരെയാണ് അതിൻ്റെ എൻട്രി. അറിയാണ്ട് നമ്മൾ ടിക്കറ്റ് കോസ്റ്റ് കുറവല്ലേന്ന് വെച്ച് അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് നമുക്ക് എൻട്രി കിട്ടൂല. ഈ സമയത്ത് ഞങ്ങൾ വന്നതിപ്പോൾ രാവിലെ 8 മണിക്കാണ്. ആ സമയത്ത് എൻട്രി കിട്ടൂല. ആസ് പെർ റൂൾ ഇവിടെ ഫുഡ് ക്യാരി ചെയ്യാൻ പാടില്ല. ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ ബർഗർ പോലെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് അവൈലബിൾ ആണ്. ഇനി വെജ് ഓപ്ഷൻ ആണെങ്കിൽ ബ്രെഡ് ഐറ്റംസും പിസ്സ അങ്ങനെയുള്ളതൊക്കെ കിട്ടും. വീഡിയോയിൽ കാണിച്ചതിലേറെ സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സൺവേൾഡ് ബനാ ഹിൽസിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ബനാ ഹിൽസിലെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് പോകാൻ പ്ലാൻ ഉണ്ട്, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഇനി നമുക്ക് ഹനോയിൽ പോകണം. ഹനോയിലത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.